8 പേരുണ്ട്. 8 പേര്. ഇന്നിപ്പോൾ നിങ്ങൾ മാൽപ്പയിൽ നിന്നുള്ള ആളുകളാണ്? മാൽപ്പേ നമ്മൾ ഫിഷർമാൻ മറ്റേ ഈ സ്കൂബ ഡൈവിങ്ങിന്റെ എക്സ്പോർട്ട് വന്ന് ഞങ്ങൾ ഒത്തിരി ഒരു 1000 ബോഡി എടുത്തിട്ടുണ്ട് ഒത്തിരി കർണാടകത്തിലെ. ഇവിടെ ഇപ്പോൾ വലിയ ഒഴുക്കാണ് നദി. ಅದಕ್ಕೆ ಕಾಣಮ್ಮಯ್ಯ നമ്മൾ അതല്ല നമ്മൾ ഒരു വർഷം നമ്മൾ കയ്യിൽ മുട്ടിട്ട് ഇപ്പോൾ ബോഡി ചെയ്ത് വണ്ടി ചെയ്ത് പിന്നെ അത് തകർച്ചിട്ട് എല്ലാം ആരെല്ലാം വീണിട്ടുണ്ട് ഞങ്ങൾ പർസൻ ഞാൻ മുട്ടിട്ട് കാണിക്കുന്നത് എന്നെ കണ്ണ് കാണാമയ്യ. ഇപ്പൊ അവർ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. ആ പോയിന്റ് ഫസ്റ്റ് നേരത്തെ നോക്കും ഞങ്ങൾ. കരയിൽ നിന്ന് 150 മീറ്റർ ദൂരത്തിലുണ്ട് ആ ഒരു പോയിന്റ്. പിന്നെ അപ്പുറത്തപ്പുറത്ത് ഓരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഏത് പോയിന്റ് ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ ഒരു 5 പോയിന്റ് ഉണ്ട്. ആ 5 പോയിന്റ് കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒത്തിരി കമ്പിയെല്ലാം ഉണ്ട്, ചൂമ്പായിട്ട് കമ്പി. അപ്പോൾ നമ്മൾ സർജിച്ച് നമ്മൾ ഒരു സേഫ്റ്റി പണിട്ട് കീഴെ വേല വന്നു. 8 പേരുണ്ട്. അപ്പൊ നിങ്ങൾ പോകുമ്പോഴും ഈ ഒഴുക്ക് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മണ്ണ് ചെളി അതൊക്കെ ഉണ്ടാവില്ലേ? അത് നിങ്ങൾ എങ്ങനെയാ കിടക്കുക? ഇപ്പൊ ചളിയിൽ ഇപ്പൊ കീഴെ പോകുന്ന സമയത്ത് നമ്മൾ ഹാങ്കർ ഇടും. ഹാങ്കർ ഇട്ടിട്ട് പിന്നെ കീഴെ നിൽക്കാൻ പറ്റൂലേ. അപ്പൊ ആ ഹാങ്കർ പിടിച്ചിട്ട് ഞങ്ങൾ കയറിലെ 3 കയറിട്ട് 3 ഹാങ്കർ ഇട്ടിട്ട് കീഴെ പിടിച്ച് ഞങ്ങൾ കയറിലെ ഇപ്പൊ കീഴെ ഒരു വണ്ടി അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടിട്ട് നോക്കണം. അതാണ് അവരുടെ കോൺഫിഡൻസ്. എന്തായാലും മുൻകാലങ്ങളിൽ ശക്തമായി ഇത്തരം മേഖലകളിലൊക്കെ ഇടപെട്ട അനുഭവമാണ് അവരുടെ കൈക്കരുത്ത്, അവരുടെ ആത്മവിശ്വാസം. എന്തായാലും 8 അംഗ സംഘം സുസജ്ജമായി ഉടുപ്പിയിൽ നിന്നുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ സംഘം അവർ ഇറങ്ങുകയാണ്. ഒരുപക്ഷെ പ്രദേശവാസികളാണ്, സമീപവാസികളാണ് എന്നതിനാൽ തന്നെ ഗംഗാവലി നദിയുടെയും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സാഹചര്യങ്ങളും നേരിട്ടറിയാവുന്നവർ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ അവർ മുന്നോട്ട് വരുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാധ്യത എന്തുകൊണ്ട് നേരത്തെ തേടിയില്ല എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ പല സാധ്യതകളും അടയുമ്പോഴാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നത് എന്ന ഉത്തരമായിരിക്കും അധികൃതർക്ക് ഒരുപക്ഷെ നൽകാനുണ്ടാവുക. എന്തായാലും ഈ ദൗത്യം മിഷൻ ഉപേക്ഷിക്കുന്നില്ല, അത് മുന്നോട്ട് പോകുന്നു. 12ാം നാളിലും അർജുനെ കണ്ടെത്തണം. ആ ദൗത്യത്തിൽ നിന്ന് ഒരടി നമ്മൾ പിന്നോട്ടില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കുന്ന കാര്യം. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, എന്തായാലും ഈ ദൗത്യമുഖത്തൊരു പുതിയ ആത്മവിശ്വാസം പ്രകടമാണ് ഇന്നത്തെ ദിവസം. എന്തായാലും നേവിയുടെ തെരച്ചിൽ തുടരുന്ന ൊപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ കൂടി കളത്തിലിറങ്ങുകയാണ്. ഇന്നത്തെ ഒരു പൊതു സാഹചര്യം എന്താണ്? കാലാവസ്ഥ എന്താണ്? ഒപ്പം ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ നടന്നതുപോലെയുള്ള ഐബോർഡ് പരിശോധന പോലെയുള്ള പുതിയ മാർഗങ്ങൾ എന്തെങ്കിലും തേടൽ അവിടെ നടക്കുന്നുണ്ടോ വിനേഷ്? അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നത്. വിനേഷിലേക്ക് നമുക്ക് വരാം. എന്തായാലും ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തൽക്കാലമെങ്കിലും അവിടെ കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഇന്നലെ ഈ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ജില്ലാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടാവാം പുതിയ ദൗത്യ സാധ്യതകൾ തേടൽ ഉണ്ടാവുന്നത്. വിനേഷ്, ഈ മത്സ്യത്തൊഴിലാളികളുടെ പരിശോധന ദൗത്യം അതങ്ങനെ നടക്കുന്നു. നേവി സംഘമുണ്ട്, ആർമി കരയിൽ പരിശോധന നടക്കുന്നു. കൂടുതൽ ഇടങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിനോ മറ്റോ ഐബോർഡ് പരിശോധന പോലെയുള്ള ഇന്നലത്തേതിന് സമാനമായ ഏതെങ്കിലും പരിശോധനയോ സാധ്യത തേടലോ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇന്ന് അവിടെ? സജിത്ത്, മറ്റുള്ള സാധ്യതകൾ എന്തായാലും പരിശോധിക്കുന്നുണ്ട് ആ രീതിയിൽ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിനകത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് നേവി ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെയാണ് ഡൈവിംഗ്, ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഡൈവിംഗ്. ആ ഡൈവിംഗ് നടക്കുന്നില്ല. ഡൈവിംഗ് നടക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ നീരൊഴുക്ക്, അതായത് നീരൊഴുക്ക് കുറയേണ്ടതുണ്ട്, അടിയൊഴുക്ക് കുറയേണ്ടതുണ്ട്. അങ്ങനെ കുറയണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. കാരണം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെല്ലാം തന്നെ നല്ല മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്. ചെറുപുഴകൾ പലതും ഈ ഗംഗാവലി നദിയിലേക്കാണ് എത്തുന്നത്. ആ പുഴകൾ ഉത്ഭവിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡൈവിങ്ങിന് വലിയ രീതിയിലുള്ള സാങ്കേതിക തടസ്സമുണ്ട് എന്ന് തന്നെയാണ് നേവി പറയുന്നത്. കാരണം ഇപ്പോഴും ഈ 6 മുതൽ 8 നോട്ട്സ് വരെയാണ് ഇതിൻ്റെ അടിയൊഴുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഒരു 3-3.5 നോട്ട്സായി കുറയേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ മാത്രമേ ഡൈവിംഗ് നടത്താൻ കഴിയുള്ളൂ. ഈ ഒരു
സാഹചര്യത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപ്പയുടെ സഹായം തേടിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പ സംഘം എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നേവിയെ സംബന്ധിച്ചിടത്തോളം പുഴയിൽ തിരയുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കരസേന കരയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ഡ്രഡ്ജിംഗ് നടത്താനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അതും പിന്നീട് നടക്കില്ല എന്ന് കണ്ട് വേണ്ട എന്ന് വെച്ചു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അറിയുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഗോവയിൽ നിന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച് അവിടെ ആ ഒരു സ്ഥലം മാത്രം ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ട് തിരയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. വെള്ളത്തിനടിയിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം വെള്ളം ഏത് ഗതിയിൽ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഗംഗാവാലി നദിയിൽ ജലനിരപ്പ് അനുദിനം എന്നല്ല മണിക്കൂറുകൾ കൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഓപ്പറേഷനിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത്. ഇതല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മറ്റു രീതിയിൽ ഏതെങ്കിലും തെരച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ള ഗൗരവമായ ആലോചന നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നമ്മുടെ മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണും. അവർ അവിടെ ഇനി ഈ രക്ഷാദൗത്യത്തിന് ഏതെല്ലാം രീതികൾ അവലംബിക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ, വനമന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള MLA-മാരായ സച്ചിൻ ദേവും അതുപോലെ തന്നെ ലിൻഡോ ജോസഫും ഉൾപ്പെടെ ഇവരുടെ കൂടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രി റിയാസ് ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണും. അപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം മത്സ്യത്തൊഴിലാളികളെ കൂടാതെ മറ്റേതെങ്കിലും ദൗത്യ സംഘങ്ങളെ ഇതിൽ വിനിയോഗിക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ദിനേശ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ ഇന്ന് പ്രാധാന്യമുണ്ടാവും. കാരണം ഈ ദൗത്യം സംബന്ധിച്ച ഇടപെടലും അതിന്റെ തുടർച്ചയും എങ്ങനെയെന്ന കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ദൗത്യം അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ഇന്നത്തെ ദിവസം കടക്കുന്നു എന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ നമുക്കുണ്ടാകുമെന്ന് കരുതാം. അങ്ങനെ ഒരു കാത്തിരിപ്പ് തന്നെയാണ് നമുക്ക് മുന്നിൽ ഇന്നുള്ളത്. വിനേഷ്, തുടരുക. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വേഗത്തിൽ ഒരു ഇടവേള കൂടി, മടങ്ങി വരാം.